wonderful. How are you doing? രാവിലെ എങ്ങനെയുണ്ട്? How are you doing? No. How are you doing? Victory, 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 victory. How are you doing? Victory, 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 victory. Again, how are you doing? Victory, 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 victory. Again, how are you doing? Now, some of you are going, how are you doing? Victory, 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 victory. It means you are moving forward. You see, victory, 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 victory. From glory to glory to glory to glory to glory. നിങ്ങൾ ജയം 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 എന്ന് പറയുമ്പോൾ നിങ്ങൾ മുമ്പോട്ട് നീങ്ങുകയാണ്. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, പിന്നെയും മഹത്വത്തിലേക്ക്, അവിടെ നിന്ന് പിന്നെയും മഹത്വത്തിലേക്ക്, പിന്നെയും മഹത്വത്തിലേക്ക്, അങ്ങനെ മഹത്വത്തിലേക്ക് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. Amen. ഹല്ലേലൂയ. How are you doing? Victory is Jayam. Huh? ജയം Jayam. ജയം Jayam. Jayam. How are you doing? Jayam. 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 Amen. Let's pray. Father, once again we come at the table of life to feed. കർത്താവേ, അങ്ങയുടെ മേശമേൽ ഞങ്ങൾ മുമ്പിലായിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ പോഷിപ്പിക്കണമേ. Without you, life is empty. കർത്താവേ, ഞങ്ങൾ ശൂന്യരായിരിക്കുന്നു. You are the bedrock of our strength. കർത്താവേ, ഞങ്ങൾക്ക് ബലം നൽകുന്ന പാറയാണ് അവിടുന്ന്. You are our guide through life. ഞങ്ങളുടെ ജീവിതത്തിനെ സഹായിക്കുന്ന ദൈവം അവിടുന്ന് മാത്രമാണ്. Oh Lord, may our gathering not be in vain this morning. ഈ രാവിലെ സമയത്ത് ഞങ്ങളുടെ യോഗം കൂട്ടം ഒരിക്കലും വൃഥാവായി തീരരുത്. May we maximize this time for your glory. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി ഈ സമയത്തെ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി നൽകണമേ. Change us. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. Empower us. ഞങ്ങൾക്ക് ശക്തി നൽകണമേ. Lift us up for your glory. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി ഞങ്ങളെ ഉയർത്തണമേ. That in these last days we may destroy the works of Satan. ഈ അവസാന ദിവസങ്ങളെ പൈശാചിക കോട്ടകളെ തകർക്കുവാനുള്ള ആത്മബലം ഞങ്ങൾക്ക് നൽകണമേ. That your son Jesus may be glorified. അങ്ങയുടെ പുത്രൻ മഹത്വപ്പെടട്ടെ. Thank you, Holy Spirit. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് സ്തോത്രം. Our friend and guide and master. ഞങ്ങളുടെ ആശ്വാസപ്രദൻ, ഞങ്ങളുടെ ഗുരു, ഞങ്ങളുടെ സഹായി അവിടുന്നാണല്ലോ. Give us an ear in here. കർത്താവെ, ശ്രദ്ധിച്ച് കേൾക്കുവാനുള്ളതായ കാത് ഞങ്ങൾക്ക് നൽകണമേ. And a heart that is willing to believe in your precepts. അങ്ങയുടെ സാന്നിധ്യം വിശ്വസിക്കുവാനും ഏറ്റെടുക്കുവാനുമുള്ളതായ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. Thank you this morning. ഈ രാവിലെ സമയം അങ്ങേക്ക് നന്ദി പറയുന്നു. That Satan is defeated. പിശാച് പരാജയപ്പെട്ടിരിക്കുന്നു. And your name is glorified. അങ്ങയുടെ മഹത്വം, അങ്ങയുടെ നാമം മഹത്വപ്പെട്ടിരിക്കുന്നു. Amen. ആമേൻ. Amen. ആമേൻ. Amen. Amen. I just want you to give the Holy Spirit the greatest hand clap you've ever done. Jesus. Hallelujah. We have been receiving of God pertaining to the things of life. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിങ്കൽ നിന്ന് സമയാസമയങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. We discovered that our life comes in chapters. അധ്യായങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ജീവൻ വരുന്നത്. We talked about the fact that we came from eternity. നാം ഈ യോഗത്തിന്റെ ആരംഭ ദിവസത്തിൽ കേൾക്കുകയുണ്ടായി, നാം നിത്യതയിൽ നിന്ന് വന്നതാണ്. That is chapter 1. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ അധ്യായം. That is where everything began. അവിടെയാണ് എല്ലാം ആരംഭിച്ചിരിക്കുന്നത്. Then we were born, chapter 2. രണ്ടാമത്തെ അധ്യായം നമ്മൾ ജനിച്ചിരിക്കുന്നു. Then we moved to chapter 3, that is a chapter of learning. പിന്നെ മൂന്നാമത്തെ അധ്യായം അത് പഠിക്കുന്ന അധ്യായമാണ്. You begin to learn about your new location because you moved from eternity into time. You've changed location. So now you begin to learn
about your new location. നിങ്ങളുടെ സ്ഥലം നിങ്ങൾ മാറിയിരിക്കുന്നു. കാരണം നിത്യതയിൽ ഉണ്ടായിരുന്ന നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് താൽക്കാലികമായി വസിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വന്നിരിക്കുന്ന ഈ പുതിയ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. That is chapter 3. അതാണ് ജീവിതത്തിന്റെ 3-ാമത്തെ അധ്യായം. Then we move to chapter 4. That is the chapter of identity. പിന്നെ 4-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നുപോയി. അവിടെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ അധ്യായമാണ്. Now we begin to know who we are in Christ Jesus and who Christ Jesus is in us. നാം ഈ അധ്യായത്തിൽ പ്രവേശിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ക്രിസ്തു ആരാണെന്നും ആ ക്രിസ്തു നമ്മളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നാം ആ ക്രിസ്തുവിൽ എങ്ങനെ അടങ്ങിയിരിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നു. If you don't study the scriptures, you will not know who the creator is. And if you don't know the creator, you the creature will not know who you are. ആ ദൈവവചനം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഈ അഖിലാണ്ട കടാകത്തെ സൃഷ്ടിച്ച വിളിച്ചു വരുത്തിയ സൃഷ്ടിതാവ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയില്ല. ആ സൃഷ്ടിതാവിനെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സൃഷ്ടി മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. കാരണം നിങ്ങൾ ഈ സൃഷ്ടിതാവിന്റെ സൃഷ്ടിയായിരിക്കുന്നു. So from chapter 3 we move to chapter 4, that is identity. 3-ാമത്തെ അധ്യായത്തിൽ നിന്ന് 4-ാമത്തെ അധ്യായത്തിലേക്ക് വന്നിരിക്കുന്നു. അത് നമ്മുടെ വ്യക്തിത്വമാണ്. Eternity, നിത്യത, birth, ജനനം, learning, പഠനം, identity. വ്യക്തിത്വം. And now when we know who the creator is ആരാണ് and who we are, നാം ആരാണെന്ന് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ then we move to chapter 5. That is the chapter of growth. പിന്നെ 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് വളർച്ചയുടെ പുരോഗതിയുടെ അധ്യായമാണ്. Growth, വളർച്ച, maturity. പക്വത. You will never mature in life when you have an identity crisis. നിങ്ങൾക്ക് ഒരു വ്യക്തിഗതമായ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ പക്വതയിലേക്ക് വളരുകയില്ല. If you don't know who you are, you would want to be like everybody. And that is a recipe for disaster. നിങ്ങൾ ആരായിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ എല്ലാം ആകുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ കൊടും വിപത്തിലേക്ക് നിങ്ങളെ നയിക്കുകയായിരിക്കും ചെയ്യുന്നത്. Because you are unique. There is no one like you. Very special. നിങ്ങൾ ഈ ലോകത്തിൽ അതുല്യരാണ്. നിങ്ങളെ പോലെ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ വന്നിട്ടില്ല. പ്രത്യേകമായി നിങ്ങളെ ജനിപ്പിച്ച ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചിരിക്കുകയാണ്. നിങ്ങൾ അതുല്യരാണ്. When two people look the same, talk the same, think the same, behave the same, one is not needed. One person is not needed. When two people look the same, talk the same, act the same, think the same, behave the same, react the same, one person is not needed. Because what the other one can do, the other one can do. So when you copy people, you become a carbon copy, not the original. And people want the original, not the carbon copy. രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ഒരുപോലെ സംസാരിക്കുകയാണെങ്കിൽ, ഒരുപോലെ ചിന്തിക്കുകയാണെങ്കിൽ, ഒരുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഒരുപോലെ പ്രതികരിക്കുകയാണെങ്കിൽ, രണ്ടുപേര് ഒരു വ്യത്യാസം കൂടാതെ എല്ലാം ഒരുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ വ്യക്തി ആവശ്യമില്ലല്ലോ. ഒരു വ്യക്തി ആവശ്യമുള്ളല്ലോ. ആ വ്യക്തി ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്യുന്നെങ്കിൽ രണ്ടാമത്തെ വ്യക്തി ആവശ്യമില്ല. എന്നാൽ ദൈവം അങ്ങനെയല്ല നമ്മെ ഉണ്ടാക്കിയിരിക്കുന്നത്. നാം ആരെയും അനുകരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നതല്ല. കാരണം നിങ്ങൾ കാർബൺ കോപ്പിയല്ല, നിങ്ങൾ നക്കലുകളല്ല, നിങ്ങൾ ഒറിജിനലാണ്. ഒറിജിനൽ ആയതുകൊണ്ട് നിങ്ങൾ മാത്രമാണ് ഈ ലോകത്ത്. നിങ്ങളെ പോലെ ഒരുവനില്ല. There is nobody like you. You are unique. That is why your thumbprint is different. Nobody have the same thumbprint. The billions and billions and billions of people who have died do not have your thumbprint. The billions and billions of children yet to be born on earth will never have your thumbprint. In the vast creation of God, there is no one like you. When you die, we will never have a person like you. You are very unique. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ സ്നേഹിത സഹോദര സഹോദരി, നിങ്ങളെ പോലെ ഒരുവൻ ജനിച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ നിങ്ങൾക്ക് മുമ്പേ ജനിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും നിങ്ങളുടെ വിരലടയാളമില്ലായിരുന്നു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ നിങ്ങൾക്ക് ശേഷം ജനിക്കാം. പക്ഷെ അവർക്കൊന്നും നിങ്ങളുടെ വിരലടയാളം